കോളേജ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ബസ്സിലാണോ പോയിരുന്നത്? അന്ന് ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ നോക്കിയിരുന്നു, പ്രണയിച്ചിട്ടുണ്ടോ? അത്തരം ഒരു അനുഭവങ്ങൾ നൽകുന്ന ഒരു ബുക്കാണ് നിത്യലക്ഷ്മിയുടെ ചെതുമ്പലുകൾ. ബസ് തിരിഞ്ഞു കയറുന്ന വളവിൽ നിന്നാണ് അവൾ എന്നും കയറിയിരുന്നത്. അന്നും പതിവ് പോലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് മഴ തുടങ്ങിയത്. പെട്ടെന്നുള്ള മഴയായതിനാൽ മരത്തണലത്തോട്ട് കയറി നിന്ന് നനയുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. എന്നത്തേക്കാളും താമസിച്ചു വന്ന ബസ്സിന് കൈ കാണിക്കുമ്പോൾ അവളുടെ ശരീരം മൊത്തം തണുപ്പിൽ വിറയ്ക്കുകയായിരുന്നു. പതിവ് പോലെ അന്നും അവൾക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നിൽ നിന്ന് രണ്ടാമത്തെ സീറ്റിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൾ മൂലയറ്റത്തെ സീറ്റിലേക്ക് ഒന്ന് പാളി നോക്കി. ഉണ്ട്, ഇന്നും അയാൾ അവിടെ തന്നെയുണ്ട്. അവൾ ചുണ്ടിലൊരു പുഞ്ചിരി ഒളിപ്പിച്ച് വെച്ച് തിരിഞ്ഞു നിന്നു. അവളുടെ ഉള്ളം ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കൊതി കൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. അല്ലാതെ തന്നെ അയാളുടെ കണ്ണുകളുടെ കാന്തവലയം വന്ന് അവളുടെ ഹൃദയത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഓരോ നോട്ടത്തിലും അവളുടെ ഹൃദയം ശക്തിയായി മിടിച്ചുകൊണ്ടിരുന്നു. നെഞ്ചിടിപ്പിൻ്റെ താളം ഉയർന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങളായാണ് അവൾ അയാളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. അതിനും എത്രയേ മുമ്പ് തൊട്ടേ അയാൾ ഈ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. തന്നെ നോക്കി ഇങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നിരിക്കണം. അയാളെ 2 മാസം മുമ്പ് ആദ്യമായി ശ്രദ്ധിക്കാൻ ഇടവന്ന ദിവസത്തെക്കുറിച്ച് നിന്ന നിപ്പിൽ അവളൊന്ന് ഓർത്തുപോയി. അന്ന് അവൾ സാരി ഉടുത്ത ദിവസമായിരുന്നു. BEd വിദ്യാർത്ഥിനികൾക്ക് എന്നും ഒരു ഭാരമാണല്ലോ ആഴ്ചയിൽ 2 ദിവസത്തെ സാരി എന്ന യൂണിഫോം. സാരി എടുക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള സംഗതിയൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഇതും വാരിച്ചുറ്റി രാവിലെ തന്നെ തിരക്കുള്ള ബസ്സിൽ ഉന്തി തള്ളി കോളേജിലേക്ക് പോകേണ്ടി വന്നപ്പോൾ മുതലാണ് സാരി അവൾ വെറുത്തു തുടങ്ങിയത്. പെട്ടെന്നാണ് അവൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത സീറ്റിലെ വൃദ്ധൻ്റെ കണ്ണുകൾ അശ്ലീല ചുവയോട് തൻ്റെ ശരീരത്തിലേക്ക് പായുകയാണെന്ന് അവൾ മനസ്സിലാക്കിയത്. വിമ്മിഷ്ടത്തോടെ സാരിയുടെ പല ഭാഗങ്ങളും പിടിച്ച് മറക്കുവാൻ ശ്രമിച്ചുവെങ്കിലും മിനുസമുള്ള ഉദരം തുറന്നു തന്നെ കിടന്നു. അന്ന് അങ്ങനെ വാച്ചിലേക്കും പുറത്തേക്കും മാറി നോക്കി ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എപ്പോൾ എത്തുമെന്ന് വെപ്രാളപ്പെടുന്നതിനിടയിൽ അവളുടെ നേർക്ക് ചുരുട്ടിപ്പിടിച്ച ഒരു കൈ നീണ്ടു വന്നത്. അവൾ അത് വാങ്ങി നോക്കിയപ്പോൾ ഒരു സേഫ്റ്റി പിന്നാണ്. ഉദരം മറിച്ച് പിന്ന് കുത്തി സമാധാനത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ട് അത് തന്നയാളെ നോക്കി. അയാൾ ചിരിക്കുന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അന്ന് ബസ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10 വട്ടമെങ്കിലും അവൾ അയാളെ പാളി നോക്കിയിട്ടുണ്ടാകും. അവൻ തിരിച്ചും. അതിനിടയ്ക്ക് 4-ലധികം തവണ അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും എത്രയും വേഗം 2 പേരും പിൻവലിക്കുകയും ചെയ്തു. ബസ് ഇറങ്ങി നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കാൻ അവൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഓരോ ദിവസവും അവൾ പൊട്ടുകുത്തിയതും പൂവ് ചൂടിയതും കൺമഷി വരച്ചതുമൊക്കെ അയാൾക്ക് വേണ്ടിയായിരുന്നു. ഒരിക്കൽ അവളുടെ അടുത്ത് നിൽക്കുകയായിരുന്ന പ്രായം കൂടിയ ഒരു സ്ത്രീ തല ചുറ്റാൻ തുടങ്ങിയപ്പോൾ അയാൾ തൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും അവളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയും ചെയ്തു. അവൾ അന്ന് നാണം കൊണ്ട് തുടുത്തുപോയി. അവൾക്കടുത്തുള്ള 2 സീറ്റുകളുടെ കമ്പികളിലും കൈകൾ പിടിച്ച് അവൾക്ക് ചുറ്റിലും ഒരു സംരക്ഷണ കവചം പോലെയാണ് അന്ന് അയാൾ നിന്നത്. വിടർന്നു വരുന്ന പനിനീർ ദളത്തിൻ്റേതുപോലുള്ള സുഗന്ധം അവളുടെ മൂക്കിലേക്ക് അരിച്ചു കയറി. അവൾ ആദ്യമായി അയാളുടെ ഗന്ധം അറിയുകയാണ്. അത് അയാളുടെ ഗന്ധം തന്നെയാണോ അതോ പ്രണയത്തിൻ്റെ ഗന്ധമോ? നന്ദി. അവൾ എന്തെങ്കിലും സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങാൻ 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ പറഞ്ഞു. എന്തിന്? അന്ന് തന്ന സേഫ്റ്റി പിന്നിന്. അയാൾ അത് കേട്ടു വെറുതെ ചിരിക്കുകയുള്ളൂ എന്ന് കരുതി അവൾക്ക് തെറ്റി. അത് തനിക്ക് തരാൻ വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആ മറുപടി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കണ്ടക്ടർ ബെല്ലടിച്ച് കഴിഞ്ഞത്. അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായിരുന്നു അത്. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായതേയില്ല. എങ്കിലും അയാളെ കാണാനും അയാളോട് സംസാരിക്കാനും അയാളുടെ നോട്ടം കണ്ട് നാണിച്ച് തല കുനിക്കുവാനുമുള്ള ആഗ്രഹം അവളുടെ മനസ്സിൽ ആഴത്തിൽ വേരോടി തുടങ്ങിയത് അന്ന് മുതലാണ്.
അവളുടെ മനസ്സിലപ്പോൾ കുളിർമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ നമ്പർ കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചു. എങ്കിലും ചോദിക്കാൻ ഒരു മടി. ഹൃദയം അയാൾക്ക് വേണ്ടി തുള്ളുമ്പോഴും അതിനെ തളച്ചിടേണ്ടി വരുന്നൊരു അവസ്ഥ. അവൾ തിരിഞ്ഞ് അയാളെ ഒന്ന് നോക്കി. അപ്പോൾ അയാൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കണ്ടക്ടർ ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഡോറിനടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴും പുറത്ത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. കയ്യിലെ മടക്കി പിടിച്ച കുട ബസ്സിൽ നിന്ന് ഇറങ്ങി തുറക്കുന്നതിനിടയിലാണ് ഒരാൾ കൂടെ ഇറങ്ങാനുണ്ടേ എന്ന് വിളിച്ചു പറയുന്നത്. പിന്നാലെ ബസ്സിന്റെ ഡോർ അടയുന്നൊരു ശബ്ദവും അവൾ കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഇതാ തൻ്റെ തൊട്ട് പിന്നിൽ. അവൾക്ക് ഒന്നും മിണ്ടാനാകുന്നില്ല. ജന്മന ഞാനൊരു ഊമയായിരുന്നു എന്ന സന്ദേഹത്തോടെ അവൾ നിൽക്കുമ്പോൾ അയാൾ ഉറക്കെ ചോദിച്ചു, എന്താടോ, കുടകിലേക്ക് എന്നെ കൂടെ ക്ഷണിച്ചുകൂടെ? ഞാനിങ്ങനെ നിന്ന് നനയട്ടെ എന്നാണോ? താൻ സ്വപ്നം കാണുകയാണോ എന്ന് അവൾ സംശയിച്ചു. അവൾ അയാൾക്ക് നേരെ കുട നീട്ടിപ്പിടിച്ചു. എങ്ങോട്ടാണ് നടക്കേണ്ടതെന്നറിയാതെ അവൾ ആ മഴയത്ത് കുടയും പിടിച്ച് അയാൾക്കൊപ്പം നടന്നു. ഒന്നും ചോദിക്കാതെ മിണ്ടാതെ ആ മഴയുടെ കുളിരിൽ തൊട്ടുരുമി നടന്ന് അവളുടെ കോളേജിന്റെ ഗേറ്റിന്റെ അരികിൽ വരെ എത്തി അവർ. എടോ, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. അയാൾ തൊണ്ടയനക്കി. തന്നോടൊരു കാര്യം പറയാൻ ഒരുപാട് കാലമായി ഞാൻ കൊതിക്കുന്നു. താൻ അതെങ്ങനെ എടുക്കുമെന്നറിയാഞ്ഞിട്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അയാൾ എന്തോ ഓർത്തെടുക്കുന്ന വണ്ണം ഒന്ന് നിർത്തി. എന്താണ് അയാൾ പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ കേൾക്കുന്നുണ്ടെന്ന ഭാവത്തിൽ ഒന്ന് മൂളി. എടോ, എനിക്ക് തന്നെ കുറിച്ച് ഒന്നും അറിയില്ല. താൻ എവിടെ നിന്ന് വരുന്നെന്നോ എന്താണ് പഠിക്കുന്നതെന്നോ എന്തിനേറെ പറയുന്നു, തൻ്റെ പേര് പോലും എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബൈക്ക് പോലും എടുക്കാതെ ഞാൻ ഈ ബസ്സിൽ വരുന്നത് തന്നെ കാണാനാ. തൻ്റെ ഈ ചിരി, ഈ കണ്ണുകൾ, ഈ ഉടക്കി വലിക്കുന്ന നോട്ടം. തനിക്കറിയോ, തൻ്റെ ഈ മുല്ലപ്പൂവും കനകാംബരവും ഒന്നിച്ച് ചേർത്ത് കെട്ടിയുള്ള പൂക്കൾ പോലും എനിക്കിഷ്ടാ. താനിപ്പോൾ ഒന്നും പറയണ്ട, നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നാളെ രാവിലെ ബസ്സിൽ കാണാം. അവൾ എല്ലാം കേട്ട് മതിമറന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഭൂതകാലത്തിന്റെ ഓർമ്മകൾ അവളെ പ്രണയക്കുരുക്കിൽ നിന്നും തിരിച്ചു വിളിച്ചു. നടന്ന് അകലുകയായിരുന്ന അയാളുടെ പുറകെ ഓടിച്ചെന്ന് അവൾ ഒന്ന് വിളിച്ചു. അതേ, ഒന്ന് നിൽക്കൂ. അയാൾ തിരിഞ്ഞു നിന്നു. എന്നെ കുറിച്ച് ഒന്നും അറിയാതെ എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, അവൾ പറഞ്ഞു തുടങ്ങി. വേണ്ട, ഇപ്പോൾ എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. അവൾ അവനെ നിശബ്ദയാക്കാൻ ശ്രമിച്ചപ്പോൾ പണ്ടെപ്പോഴെങ്കിലും മുറിഞ്ഞു പോയ ഒരു പ്രണയബന്ധത്തെക്കുറിച്ചായിരിക്കും അയാൾ ചിന്തിക്കുന്നതെന്ന് അവൾ നിസ്സാരമായി ഊഹിച്ചു. അല്ല, അങ്ങനെയല്ല. എന്നെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലെങ്കിലും ഒരൊറ്റ കാര്യം നിങ്ങൾ അറിയണം. എന്നിട്ടും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ പറയുക. അതിനുശേഷം എനിക്ക് നിങ്ങളുടെ പേര് പോലും അറിഞ്ഞാൽ മതി. അയാളുടെ മനസ്സ് അവൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ഊഹം കിട്ടാതെ പരുങ്ങി. എന്റെ പേര് ജിസ. ഇപ്പോൾ എനിക്ക് 24 വയസ്സ്. ഈ ക്രൈസ്റ്റ് കോളേജ് BEdന് പഠിക്കുന്നു. അയാൾ ശരി, ബാക്കി പറയൂ എന്ന ഭാവത്തിൽ തലയാട്ടി. എന്നാൽ 10 വർഷം മുമ്പ് എൻ്റെ പേര് ജിസ എന്നായിരുന്നില്ല. 10 വർഷം മുമ്പ് ഞാൻ ജിഷ്ണു ആയിരുന്നു. അവൾ അത് പറയുമ്പോൾ അയാൾ കേട്ടത് വിശ്വസിക്കാനാവാതെ അവളെ തന്നെ നോക്കുകയായിരുന്നു. അതെ, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. അയാൾ നാവ് തരിച്ച് വാക്കുകൾ മരവിച്ച് ശബ്ദത്തിന്റെ ഒരു കണിക പോലും പുറത്തേക്ക് എടുക്കാനാവാതെ നിന്നതേയുള്ളൂ. തിരിഞ്ഞ് കോളേജിലേക്ക് നടക്കുന്നതിനു മുമ്പ് അവൾ അയാളോടായി പറഞ്ഞു, എന്തു മറുപടിയാണേലും പറഞ്ഞോളൂ, ഞാൻ നാളെ ബസ്സിൽ നിങ്ങളെ തിരയും. അത് പറയുമ്പോഴും ആ പ്രണയം നഷ്ടമാകില്ലെന്ന് അവൾ വിശ്വസിച്ചു. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ മുഴുവൻ ഒരു പ്രണയകാലത്തിലേക്ക് കടക്കുന്നതിൻ്റെ കുളിര് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. നിന്റെ ശരീരമോ സൗന്ദര്യമോ എനിക്ക് വേണ്ടെന്നും നിന്നെയാണ് ജീവിതകാലം മുഴുവൻ എനിക്ക് വേണ്ടതെന്നും നിന്റെ ഈ ചിരി കണ്ടുകൊണ്ടിരിക്കാനാണ് എനിക്കെന്നും ഇഷ്ടമെന്നും അയാൾ പറയുമെന്ന് അവൾ സ്വപ്നം കണ്ട് കൂട്ടി. അയാൾക്കൊപ്പം ചുറ്റിക്കറങ്ങുന്നത്, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത്, സിനിമ കാണുന്നത്, വിവാഹം കഴിക്കുന്നത് എല്ലാം അവളുടെ മനസ്സിലൂടെ ഓടി നടന്നു. അവളുടെ ഹൃദയത്തിൽ ഒരു പെൺ പൂമ്പാറ്റ ചിറകടിച്ച് പറന്നു. പിറ്റേന്ന് പതിവിലുമധികം പൂവ് ചൂടി.
കട്ടിയിൽ കരിമഷി എഴുതി ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന സാരി തന്നെ എടുത്ത് അവൾ ബസ്സിൽ കയറിയത്. അയാൾ നോക്കുന്നത്, ചിരിക്കുന്നത്, എഴുന്നേറ്റ് അടുത്ത് വന്ന് നിൽക്കുന്നത്, ചുറ്റുമൊരു കവചം തീർത്ത് ചേർത്ത് നിൽക്കുന്നത് ഒക്കെ അവൾ ആഗ്രഹിച്ചു. ആഗ്രഹങ്ങൾ വിഫലമാകും തോറും തിരിഞ്ഞൊന്ന് നോക്കാൻ അവൾ കൊതിച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ ഹൃദയം ശൂന്യമായി പോയി. എന്നും അയാളിരിക്കുന്ന ആ ഇടത്തിൽ നര വന്ന് മൂടിയ ഒരു വൃദ്ധനിരിക്കുന്നു. അവൾ ബസ് മുഴുവൻ അയാൾക്ക് വേണ്ടി പരതി. ഇല്ല, ഈ ബസ്സിൽ അയാൾ കയറിയിട്ടില്ല. അയാളുടെ പ്രണയം നിറഞ്ഞ ഓരോ നോട്ടങ്ങളും അവൾ മിസ് ചെയ്തു. വെറും ഒരു പെണ്ണായിട്ടല്ല അയാൾ തന്നെ പ്രണയിച്ചതെന്ന് അവൾ വീണ്ടും വീണ്ടും മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ എവിടെ നിന്നെങ്കിലും അയാൾ കയറി വരുമെന്ന് അവൾ പ്രതീക്ഷ വെച്ചു. തനിക്ക് ഇറങ്ങാനുള്ള ഇടമായപ്പോൾ ആ പ്രതീക്ഷ നാളെയിലേക്ക് അവൾ മാറ്റിവെച്ചു. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ മനസ്സിൽ ആ പഴയ ഓർമ്മകൾ ഓളമിട്ടെത്തിയത്. 5 വർഷം മുമ്പുള്ള ഒരു വസന്തകാലത്ത് കൈ നിറയെ പൂക്കളുമായി വന്ന് തന്നോട് പ്രണയം പറഞ്ഞ് ചുണ്ടിൽ ഉമ്മ വെച്ച ചെറുപ്പക്കാരനെ അവൾ പെട്ടെന്ന് ഓർത്തുപോയി. ദിവസം മുഴുവനും ചുറ്റി നടന്ന ശേഷം ഒരു മതിൽ കെട്ടിൻ്റെ ഒഴിഞ്ഞ മൂലയിൽ തൻ്റെ അരക്കെട്ടിനെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന അവനോട് അവൾ അത്ര വലിയ കാര്യമല്ലാത്ത മട്ടിൽ പറഞ്ഞു, ദീപക്, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. അത് കേട്ടതും അവൻ ചേർത്ത് നിർത്തിയ ആ പിടിയൊന്ന് അയച്ചു. താൻ കേട്ടതെന്താണെന്ന് ദഹിപ്പിച്ചെടുക്കുവാൻ അവന് 5 നിമിഷം വേണ്ടി വന്നു. 9 ആണെന്ന് കണ്ടാൽ തോന്നുമോ അവളെ? ആദ്യമായി കാണുന്ന അന്യഗ്രഹ ജീവിയെ പോലെയാണ് ആ നിമിഷത്തിൽ അടിമുടി അവൻ അവളെ നോക്കിയത്. പ്രേമിച്ചത് ഒരു 9-നെയാണെന്ന് ഈ നാണം കെട്ട കാര്യം ആരെങ്കിലും അറിയുമോ ഭഗവാനെ? അവളെ ചുംബിച്ച ചുണ്ടിൽ തന്നെ അവനൊന്ന് ആഞ്ഞു തുപ്പി. ആ തുപ്പൽ കാലങ്ങളോളം അവളുടെ ചുണ്ടിലും കവിളിലും കണ്ണിലും ഹൃദയത്തിലും മനസ്സിലും പതിഞ്ഞു കിടന്നു. വർഷങ്ങളോളം പ്രണയം എന്ന വാക്ക് കേട്ടാൽ ഉള്ളിൽ പുച്ഛം മാത്രം നിറയുന്ന ഒരു പെണ്ണായി അവൾ മാറിയത് ആ കൗമാരത്തിലാണ്. കാലം കടന്നപ്പോൾ അവൾ അതൊക്കെ മറന്നു. മറവിയുടെ ഭാഗ്യമേറിയ ദീർഘരേഖ അവളെ അനുഗ്രഹിച്ചപ്പോഴാണ് വസന്തത്തിൻ്റെ കുളിർമഴയുമായി ആ ബസ്സിൽ അങ്ങേ മൂലയിൽ അയാൾ ഇരിപ്പുറപ്പിച്ചത്. അടുത്ത ദിവസവും അയാൾ വരുമെന്ന പ്രതീക്ഷ അവളിലുണ്ടായി. ആരോ ഒരാൾ സ്നേഹിക്കാനും കാത്തിരിക്കുവാനും തനിക്കുണ്ടെന്ന തോന്നലിൽ അവൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടി. പക്ഷേ അയാൾ വന്നതേയില്ല. തങ്ങൾ കണ്ടുമുട്ടിയതിൻ്റെ അവസാന ദിനത്തിൽ അയാൾക്കൊരു ആക്സിഡന്റ് പറ്റിയെന്നും ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്ന് അയാൾ തന്നെ സ്നേഹിക്കുന്നുവെന്നും അവൾ കരുതി. മറവി ഒരു അനുഗ്രഹമായി വരുന്നതുവരെ